നമ്മുടെ വോട്ടർമാരുടെ മനസ്സെന്ത് എന്നുള്ളത് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ്. കാരണം ഇത് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വിലയിരുത്തൽ, ഒരു വിധിയെഴുത്ത് ഉണ്ടാകും എന്ന് UDF നേതാക്കന്മാർ പറഞ്ഞു. ഞങ്ങൾ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടതാണ്. എത്രയോ തെരഞ്ഞെടുപ്പ് നമ്മുടെ 957 ശേഷമുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും, പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പായാലും ഒരു ഗവൺമെന്റിന്റെ ജനവിരുദ്ധ പ്രവർത്തനത്തിനെതിരായി, ജനദ്രോഹ ഭരണത്തിനെതിരായി ശക്തമായ വിധിയെഴുത്തുണ്ടാവും. ആരും മറക്കണ്ട. ഏതൊരു ഭരണാധികാരിയും ആ രൂപത്തിൽ മറന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷം. അതിന് കൊടുത്ത അടിയാണ്, ജനങ്ങളുടെ അടിയാണ് ഈ വിധിയെഴുത്ത്. ഒരു സംശയമില്ല, ഈ വിധിയെഴുത്ത് UDFനെ ശക്തമാക്കും. UDF കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനദ്രോഹ ഭരണത്തിന്റെ നേരെ വിപരീതമായുള്ള പ്രവർത്തന പന്ഥാവിലേക്ക് പോകണം എന്ന് വോട്ടർമാർ ആഗ്രഹിക്കുന്നു എന്ന ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊക്കെ മനസ്സിൽ കരുതിയതുപോലെ വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു 90+ എന്നാണ് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞത്. അത് 100-നും അപ്പുറം പോകാം. ഭരണവിരുദ്ധ വികാരം കനത്ത് വരുംതോറും അത് 100-നും അപ്പുറം പോകുമെന്നുള്ളതായിരുന്നു ചിന്ത. ഇതായാലും അതിന് സമാനമായി വന്നുകൊണ്ടിരിക്കും. ഇതായാലും ആലപ്പുഴ 8 സീറ്റും അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസവും CPM-ന്റെ നേതാക്കന്മാർ രംഗത്ത് വന്നത്. എന്താ കണ്ടില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ, 5-ൽ താഴോട്ട് പോകില്ല, 5-ൽ നിന്ന് മുകളിലേക്ക് വരുന്ന ചിത്രമായിരിക്കും. ഇപ്പോൾ 6-ലേക്ക് വന്നിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്? 7-മത്തത് ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പറഞ്ഞ ആൾക്കും ജനങ്ങൾ, ആ വോട്ടർമാർ കനത്ത അടി നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണ്. ഒരു സംശയം വേണ്ട. വലിയ വിജയം, വലിയ മുന്നേറ്റം. അതിന് ഞങ്ങൾ ജനങ്ങളോട്, വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്.